ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കുന്നത് ആര്യ വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെക്കിൻ്റെ പാറ്റേൺ എങ്ങനെ കട്ട് ചെയ്തെടുക്കാമെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഈ A4 ഷീറ്റിനെ എങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഈ ഫോൾഡ് ഏരിയയിൽ നിന്ന് ഇവിടേക്ക് നെക്കിൻ്റെ വിടുത്ത് ഒരു 4 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ 4 സെൻറ്റിമീറ്ററിൻ്റെ നേരെ താഴേക്ക് നമുക്ക് വേണ്ട നെക്കിൻ്റെ ലെങ്ത്ത്, അതായത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 10 സെൻറ്റിമീറ്ററാണ്. ഈ താഴത്തെ ഈ ഒരു വിടുത്തും 4 സെൻറ്റിമീറ്റർ തന്നെയാണ്, മുകളിലും താഴെയും 4 സെൻറ്റിമീറ്ററാണ്. ഇതിന് നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലൈനിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട നെക്കിൻ്റെ ഷേപ്പ് വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ റൗണ്ട് ഷേപ്പ് വരയ്ക്കുന്നത് കൊണ്ട് ഈ ഒരു കോർണർ ഏരിയയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ ചരിച്ചിട്ട് ഒരു 1 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വരച്ച ഷേപ്പിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഈ ഒരു ഷേപ്പിലൂടെ കറക്റ്റ് ഈ വരച്ച ഷേപ്പിലൂടെ നമുക്കൊന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ പ്രോപ്പറായിട്ടുള്ളൊരു നെക്കിൻ്റെ മെഷർമെൻ്റ് ഒന്നുമല്ല, ഇത് ജസ്റ്റ് നമുക്കൊന്ന് ആര്യ വർക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് ഈ കട്ട് ചെയ്ത പീസ് നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഈ ഒരു പാറ്റേൺ ആണ്. ഈ ഒരു പാറ്റേൺ ആണ് നമുക്ക് ചെയ്യേണ്ട ക്ലോത്തിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ നെക്ക് ഇങ്ങനെ ഇതിൻ്റെ ഔട്ട്ലൈൻ ഇങ്ങനെ വരച്ചെടുക്കുന്നത്. അതിനുശേഷം ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മളെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത് ഈ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആര്യ വർക്കിലെ നെക്ക് വരച്ചെടുക്കേണ്ടത്. ഓക്കെ.